വലിയ പ്രക്ഷോഭങ്ങളായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. കാരണം ഇതുപോലെ സാമൂതിരികൾക്ക് വിളയാടാനും ഇതിങ്ങനെ പ്രയാസപ്പെട്ട് കിടക്കാനും കാടുമൂടി കിടക്കാനും ഒരിക്കലും തരക്ക് അനുവദിക്കാൻ കഴിയില്ല. ഇന്ന് ചാനൽ 10 എത്തി നിൽക്കുന്നത് തൃക്കലങ്ങോട് പഞ്ചായത്തിലാണ്. 2 തവണ മാറി മാറി ഭരിച്ച UDF ഭരണസമിതിയുടെ കാലത്ത് ഉദ്ഘാടന മഹാമഹം നടത്തിയ ലക്ഷങ്ങൾ ചിലവഴിച്ചുകൊണ്ട് ഉദ്ഘാടന മഹാമഹം നടത്തിയ ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രമാണ് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ാണ് ഈ ഒരു പദ്ധതി നാടിന് സമർപ്പിച്ചിട്ടുള്ളത്. ഉദ്ഘാടനത്തിന് ശേഷം 2 വർഷങ്ങൾക്ക് ഇപ്പുറം ഇന്നോളം ഈ ഒരു പദ്ധതി കൊണ്ട് ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഉപകാരവുമില്ല എന്ന പരാതി വലിയ രീതിയിൽ തന്നെ ശക്തമായി നിലകൊള്ളുന്നുണ്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുന്നതിന് വേണ്ടി CPIM ലോക്കൽ സെക്രട്ടറി MA ജലീൽ നമ്മളോടൊപ്പം കൂടെയുണ്ട്. എന്തായാലും ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഒരു സ്ഥാപനം ഇങ്ങനെ അനാഥമായി കിടക്കുകയാണ്. ഒരുപാട് വർഷത്തോളമായി ആർക്കും ഉപകാരമില്ലാത്ത രീതിയിലാണല്ലോ. എങ്ങനെയാണ് താങ്കളുടെ ഒരു പ്രതികരണം? 2 കൊല്ലത്തിലേറെ ഈ ബിൽഡിംഗ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 കൊല്ലം. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിജ്ഞാപനം വരുന്ന കണ്ടാണ് എന്തായിരിക്കും ദ്രുതഗതിയിൽ എന്തായിരിക്കും ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ആ സമയത്ത് നിലവിലെ ഗ്രാമപഞ്ചായത്ത് UDFന്റെ അഡ്ജസ്റ്റ്മെന്റ് പ്രകാരം നിലവിലെ പ്രസിഡന്റ് കാലാവധി തീരാനും കൂടി പോകുന്ന സമയത്ത് ഒരു ഉദ്ഘാടനം കഴിഞ്ഞു. അന്നത്തെ നിലവിലെ പ്രസിഡന്റ് ഷാഹിദ മുഹമ്മദാണ്. പിന്നീട് കോൺഗ്രസിന്റെ മഞ്ജുഷ വന്നു. അവർ വീണ്ടും ഇത് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ 2 ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ഇതിന്റെ സ്ഥിതി ഇതുപോലെയാണ്. ലക്ഷങ്ങൾ മുടക്കിയുണ്ടാക്കിയ ബിൽഡിംഗ് ആണിത്. ഊട്ടി കോഴിക്കോട് മെയിൻ റോഡിൽ മഞ്ചേരിയിൽ നിന്ന് നിരക്ക് ഇപ്പോൾ എടവണ്ണത്തിന് ശേഷമാണ് വന്നത്. നടക്കുന്നവർക്ക് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്, ഒരു സ്വപ്ന പദ്ധതിയാണിത്. പക്ഷേ ഇതുവരെ കൊള്ളരുതായ്മ കൊണ്ട് മാത്രമാണ് ഇത് ഈ രൂപത്തിൽ കിടക്കുന്നത്. ഇത് വീണ്ടും ഇപ്പോൾ പുതിയ ഭരണസമിതി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ബോർഡിന്മേൽ കാണുന്നത് പോലെ വൃത്തിയോടെ തൃക്കലങ്ങോട് അതിൻ്റെ അഡിങ് തന്നെ. ഇപ്പോൾ നിലവിലെ അതിൻ്റെ ആസൂത്രണ ഉപാധ്യക്ഷനാണ് ഇപ്പോഴത്തെ നിലവിലെ പ്രസിഡന്റ്. അദ്ദേഹം നിറങ്ങി ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്ന് നോക്കിയിട്ട് പാർട്ടി ശക്തമായ രീതിയിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടത്താനാണ് എന്തായാലും ഞങ്ങൾ ആലോചനയിലുള്ളത്. വലിയ പ്രക്ഷോഭങ്ങളായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. കാരണം ഇതുപോലെ സാമൂതിരികൾക്ക് വിളയാടാനും ഇതിങ്ങനെ പ്രയാസപ്പെട്ട് കിടക്കാനും കാടുമൂടി കിടക്കാനും ഒരിക്കലും തരക്ക് അനുവദിക്കാൻ കഴിയില്ല. ഇപ്പം നിങ്ങൾ കണ്ടില്ല, നിങ്ങളെ മുന്നിൽ തന്നെ എന്തായാലും ഒരു ബസ് പാർക്ക് ചെയ്ത് പോയിക്കാണ് ഇവിടെ. ആർക്കും എന്ത് ചെയ്യാന്നുള്ളൊരു അവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത്. ഇത് ഒരിക്കലും തരക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം CPMന്റെ നേതൃത്വത്തിൽ വരും കാലങ്ങളിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതാകെ കാടുമുടിച്ച് കിടക്കരുന്നത്. കഴിഞ്ഞ ഗ്രാമപഞ്ചായത്തിന്റെ ഇലക്ഷൻ തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് ഇപ്പൊ ഈ കാണുന്ന നിരക്ക് ഇവിടെയൊക്കെ വെട്ടി ചെറുതാക്കി അവിടെ പോയി. അത് വീണ്ടും പന്തൽ തുടങ്ങി. ഇപ്പൊ ഈ ഭാഗത്തൊക്കെ നിരക്ക് കാട് പിടിച്ച് കിടക്കാണ്. ഈ ബിൽഡിങ്ങിന്റെ വർക്ക് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ആർക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണും, ബിൽഡിങ്ങിന്റെ വർക്കുകളൊക്കെ നിരക്ക് പൊട്ടിപ്പൊളിഞ്ഞ് ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ നിരക്ക് ആകെ 2 കൊല്ലം നിരക്കത്തിന്റെ ഉരുക്ക് പണി കഴിഞ്ഞിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ രൂപത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇത് നിരക്ക് ഒരു മനുഷ്യനും ഒരു നാടിനും ഉപകാരമില്ലാത്ത രൂപത്തിൽ ഇത്രയും നിരക്ക് ഒരു ആസൂത്രണമില്ലാത്ത നിരക്ക് ഒരു ഭരണസമിതി നടപ്പാക്കി അവരൊരു പരാജയമാണ്. അതാണ് നിരക്ക് ഞങ്ങൾക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. 2 തവണ ഉദ്ഘാടന മഹാമഹം നടത്തിയ ഈ സ്ഥാപനം കൊണ്ട് ജനങ്ങൾക്ക് ഇന്നോളം ഒരു ഉപകാരം ഉണ്ടായിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ശക്തമായ സമര പരിപാടിക്ക് നേതൃത്വം നൽകാനാണ് CPIM തീരുമാനിച്ചിട്ടുള്ളത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. തൃക്കലങ്ങോട് നിന്നും ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കുരഞ്ഞി, ചാനൽ 10 തൃക്കലങ്ങോട്. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.